2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലെറ്റി നടത്തുന്നതും ഭവാൻ. നമ്മൾ മറ്റുള്ളവർക്ക് ജീവിതം നൽകുന്നവരാകണം. ഉള്ളവന്റെ ജീവിതം കെടുത്താനല്ല മനുഷ്യനെ ഈ ഭൂമി പഠിപ്പിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ മാനവികതയുടെയും സൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രാധാന്യം കവിതയിലൂടെയും ഭക്തിഗീതങ്ങളിലൂടെയും ആലപിച്ച് ജുമാ മസ്ജിദിലെ ഖത്തീബ് ക്ഷേത്ര ഉത്സവ പരിപാടിക്കിടെയാണ് ക്ഷണിതാവായി എത്തി കവിത അവതരിപ്പിച്ചതും മനുഷ്യ സൗഹാർദ്ദത്തെക്കുറിച്ച് വാചാലനായതും. ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാന പാത്രങ്ങളിൽ. ഓരോ ജീവകണത്തിനുള്ളിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ചിരതപസങ്കൽപ്പ സങ്കേതമായി ഓരോ മാസ്മര ലോകമുണ്ടതിലെനിക്കെന്നന്തരാത്മാവിനെ തേരോടിക്കണമെന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ. മലപ്പുറം കോട്ടാൽ കാര്യാത്തൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പറപ്പൂർ വിളയിൽ സ്വദേശിയും വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബുമായ മുനീർ ഹുദവി വിളയിൽ തന്റെ കാഴ്ചപ്പാടുകൾ കവിത രൂപത്തിൽ വ്യക്തമാക്കിയത്. വൻ ജനാവലി പങ്കെടുത്ത ചടങ്ങ് മുനീർ ഹുദവിയുടെ പ്രഭാഷണം ആരംഭിച്ചതോടെ നിശബ്ദവും സശ്രദ്ധവുമായി മാറി. ആ കുഞ്ഞിന്റെ കരൾ കൊടുത്തു, ആ കുഞ്ഞിന്റെ അതുപോലെ തന്നെ 2 വൃക്കകളും 10 വയസ്സുകാരന് കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ ഇന്ന് ആലിൻ ഷറിനിലൂടെ ജീവിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചോ, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരു വിസ്തൃതമാകും ഇപ്പോൾ. ആ കുഞ്ഞിനെ ഓർത്തപ്പോ ഞാൻ ഈ കവിതയാണ് ആലോചിച്ചു പോയത്. ആരോമല മഴകു ശുദ്ധി മൃദുത്വമാഭ സാരല്യം എന്ന സുകുമാര കൂടത്തിനെല്ലാം പാരിങ്കലേതുപമ ആ മൃദുമയ്യിൽ നവ്യ താരുണ്യമേന്തിയൊരു നിന്നില കാണണം ഞാൻ. വൈരാഗ്യമേറിയൊരു വൈദിക നാട്ടയേറ്റ വൈരിക്കു മുൻപുടറി ഓടിയ ഭീരുവാട്ടെ നേരെ വിടർന്നു വിലസീടിനി നിന്നെ നോക്കി യാരാകിലെന്തും ഇടിയുള്ളവർ നിന്നിരിപ്പ മോനെ ആലിൻ ഷറിൻ. ഇപ്പൊ നിന്നെ നോക്കി മിഴി നിറച്ചിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. സാംസ്കാരിക സഹവർത്തിത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഉത്സവ കാഴ്ച കൂടിയായി ശ്രീ കോട്ടാൽ കാര്യാത്തൻകാവ് ക്ഷേത്രവേദി. മലയാളം ടെലിവിഷൻ, മലപ്പുറം. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.